ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ സീക്വൻസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഒരു ബോർഡർ ലൈനൊക്കെ വരക്കാമെന്ന് നോക്കാം കേട്ടോ. ചെറിയ സീക്വൻസ് ആണ് കേട്ടോ. നമ്മൾ ചെറിയ കട്ട് ബീഡ്സിൻ്റെ അത്ര വലുപ്പമുള്ളൊരു ഈ സീക്വൻസ് ചിലർക്കൊന്നും ഇഷ്ടമല്ല അല്ലേ. സീക്വൻസ് വർക്ക് പണ്ടത്തെ ഒരു വർക്കാണെന്ന് പറയും. പക്ഷേ ഇപ്പോൾ ഇത് ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒട്ടുമിക്ക ഡ്രസ്സുകളിലും ഈ ഒരു സീക്വൻസ് വർക്ക് തന്നെ കാണാം. ഈ സീക്വൻസ് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു ലൈനിൽ എങ്ങനെയാണ് സീക്വൻസ് ഇങ്ങനെ നമുക്കിങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇതിന് യൂസ് ചെയ്തിട്ടുള്ള നീഡിൽ നമ്പർ 12 ആണ്. അതുപോലെ ത്രെഡ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ മെഷീൻ ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റിലല്ലേ ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എൻഡിങ് പോയിന്റിൽ നിന്നാണ് കേട്ടോ. എവിടെയാണോ എൻഡ് ചെയ്യണത് അവിടെ നിന്നാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അത് ഇതുപോലെയാണ് കേട്ടോ ഓരോ സീക്വൻസും വെച്ച് കൊടുക്കേണ്ടത്. ഒരു സീക്വൻസിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ സൂചി കുത്തി ഇറക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ സൂചി മേലോട്ട് കുത്തി വലിക്കാൻ. എന്നിട്ട് നമ്മൾ ആ ഒരു സീക്വൻസിൻ്റെ ഗ്യാപ്പ് നമുക്ക് അവിടെ വേണം. ആ ഗ്യാപ്പിലാണ് പിന്നെ അടുത്ത സീക്വൻസ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഞാനും പണ്ടൊക്കെ സീക്വൻസിൻ്റെ ലൈൻ വരക്കുമ്പോൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്നായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നമ്മളത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്ത് വേണം പിന്നെ അടുത്തത് ചെയ്യാൻ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ ഈ ഒരു ട്രിക്ക് ഞാൻ പിന്നെയും ചെയ്ത് ഇതായപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. നമ്മൾ ഈ ഒരു ലൈൻ വരക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു ചോക്ക് കൊണ്ടോ പെന്നുകൊണ്ടോ ഒരു ലൈൻ ആദ്യം ഫിക്സ്ഡ് ആയിട്ട് വരക്കണം കേട്ടോ. അതിൻ്റെ മുകളിലൂടെ വേണം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ചെയ്യുമ്പോഴൊന്നും മനസ്സിലാവില്ല. ചെയ്ത് പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും അത് വളഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അതെന്ന് മനസ്സിലാവുക. ഞാനിതിൽ വരച്ചിട്ടില്ല, കാരണം ആൾറെഡി എനിക്ക് അവിടെ സ്റ്റിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെയാണ് കേട്ടോ എനിക്ക് വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെയാണ് വരക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആൾറെഡി ഒരു ലൈൻ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് സ്റ്റെപ്പായിട്ട് ചെയ്യുക. നമുക്ക് ഓരോരുത്തർ പറഞ്ഞിരുന്ന ഓരോ അറിവും ചെറുതല്ല കേട്ടോ. അതുപോലെ ഈ ചെറിയ ഓരോ കാര്യങ്ങൾക്ക് പോലും പല അറിവുകളാണല്ലേ നമുക്കറിയാതെ പോകുന്നത്. ഈ ഒരു ചെറിയ കാര്യം എത്ര പറയാനുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ. ഏത് ചെറിയ കാര്യം ഏത് വിഷയത്തിലാണെങ്കിലും അത് മറ്റുള്ളവർ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അത് നമ്മൾക്ക് മുതിർന്നവരാണെങ്കിൽ പോലും അല്ല നമുക്ക് താഴെയുള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങളായിരിക്കില്ലേ നമ്മുടെ താഴെയുള്ളവർ വരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അത് എത്ര വലിയ കാര്യങ്ങളും എത്ര ചെറിയ കാര്യങ്ങളാവട്ടെ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു കാര്യത്തിലും. കാരണം അറിയുന്നവർക്കിത് സിമ്പിളാവാം, അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം ഇത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. എന്നെപ്പോലുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനും സത്യം പറഞ്ഞാൽ ഇതൊന്നും അറിയാതെയാണ് കേട്ടോ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് തന്നെയാണ് ഞാനും പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെപ്പോലുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സീക്വൻസ് ലൈന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ യൂസ്ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കല്ലേ. താങ്ക് യു all for your support and keep supporting. Thank you for watching.